നമസ്കാരം. ഭൂമിയെ വലം വെക്കുന്ന ഏക പ്രകൃതിദത്ത ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ. എന്നാൽ ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ ഇനി ഒറ്റയ്ക്കല്ല. ചന്ദ്രന് താൽക്കാലിക കൂട്ടായി ഒരു ചിഹ്നഗ്രഹം എത്താൻ പോവുകയാണ്. 2024 PT5 എന്ന വെളിപ്പേരുള്ള മിനി മൂണിന് 33 അടിയോളമാണ് നീളം. സെപ്റ്റംബർ 29 മുതൽ നവംബർ 25 വരെ 2 മാസത്തിനടുത്ത് ഇത് ഭൂമിയെ ഭ്രമണം ചെയ്യും. നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിച്ചു വരുന്ന ചിഹ്നഗ്രഹ നിരീക്ഷണ സംവിധാനമായ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിലെ ഗവേഷകർ ദക്ഷിണാഫ്രിക്കയിലെ സദർലാൻഡിൽ സ്ഥാപിച്ച അറ്റ്ലസ് എന്ന നിരീക്ഷണ സംവിധാനങ്ങളിലൂടെയാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഈ ചെറുഗ്രഹത്തെ 2024 PT5 എന്ന് ലേബൽ ചെയ്തത്. ഭൂമിയെ സമീപിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ ചിഹ്നഗ്രഹം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2024 ഓഗസ്റ്റ് 7 ഭൂമിയിൽ നിന്നും 5,68,500 കിലോമീറ്റർ, അതായത് 3,53,200 മൈൽ ദൂരത്തു നിന്നുമാണ് ഈ ചെറുഗ്രഹം അറ്റ്ലസ് നിരീക്ഷണ സംവിധാനങ്ങളിൽ കാണപ്പെട്ടത്. ജ്യോതിശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ നിരീക്ഷകർക്കും ഒരുപോലെ ആവേശഭരിതമായ ഒരു സംഭവ വികാസമാണ് ഈ മിനി മൂൺ കണ്ടുപിടുത്തം. 2024 PT5 അങ്ങനെ ഭൂമിയുമായുള്ള ഗുരുത്വാകർഷണ ഇടപെടലിന്റെ ഹ്രസ്വവും എന്നാൽ ആകർഷകവുമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും ചെറുതും വലുതുമായ ധാരാളം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 2024 PT5 എന്ന ചിഹ്നഗ്രഹം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ആകർഷിക്കപ്പെടുമെന്നതാണ് പ്രത്യേകത. അതിനാലാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ഈ ചിഹ്നഗ്രഹത്തെ മിനിമൂൺ അഥവാ ചെറുചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം 2024 PT5 എന്ന ഈ ചിഹ്നഗ്രഹം സാങ്കേതികമായി ഒരു ചെറിയ ചന്ദ്രനല്ലെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തീകരിക്കുന്നില്ലെന്ന കാരണത്താലാണ് അത്തരമൊരു അഭിപ്രായം ഉയർന്നു വരുന്നത്. 2024 PT5 ഭൂമിക്ക് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണപഥം ഉണ്ടാക്കില്ല. അത് സെപ്റ്റംബർ അവസാനം മുതൽ നവംബർ അവസാനം വരെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഭ്രമണപഥത്തിൽ വെറും ഒരു സാന്നിധ്യം മാത്രമായി നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ചന്ദ്രൻ ഗുരുത്വാകർഷണത്താൽ ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനൊപ്പം അതിനു ചുറ്റും നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ചന്ദ്രൻ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ 2 ഭ്രമണപഥങ്ങളെങ്കിലും പൂർത്തിയാക്കുന്നുമുണ്ട്. പക്ഷേ 2024 PT5 യഥാർത്ഥത്തിൽ ഒരു മിനി ചന്ദ്രനല്ല. സാധാരണ ആകാശ നിരീക്ഷകർക്ക് ഇത് കാണാനും സാധ്യതയില്ല. യുഎസിലുള്ള അവോവ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ KC ഡിറുവിന്റെ അഭിപ്രായമാണിത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെയും അവസാനത്തേതുമായ നിയർ എർത്ത് ഒബ്ജക്ട് അഥവാ NCO അല്ല 2024 PT5. ഭൂമിക്ക് ഏത് സമയവും ഇടപെടാൻ സാധ്യതയുള്ള 1 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള 1/2 ബില്യൺ NEOകൾ നിലനിൽക്കുന്നുണ്ട്, പ്രൊഫസർ KC ഡിറു പറയുന്നു. എന്തായാലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരു ചിഹ്നഗ്രഹം കാണുന്നത് വളരെ അപൂർവമായാണ്. ഇതിന് സമാനമായ മിക്ക സംഭവങ്ങളിലും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ കടന്നു പോവുകയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തിപ്പോവുകയോ ചെയ്യാറാണ് പതിവ്. വർഷങ്ങളോളം ഭൂമിയുടെ ഭ്രമണപഥത്തിനരികിലേക്ക് നീങ്ങിയ ശേഷം 2024 PT5 അടുത്തയിടെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചേർന്നു. ആ ഘട്ടത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം സൂര്യനെ പോലും മറികടന്ന് പ്രബലമായ സ്വാധീന ശക്തിയായി മാറി. ഗുരുത്വാകർഷണ ബലത്തിന്റെ ഈ അതുല്യ ഇടപെടലിനെ തുടർന്നാണ് ഈ ചിഹ്നഗ്രഹം താൽക്കാലികമായി ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊരു അപൂർവ സംഭവത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു മിനി ചന്ദ്രനായി യോഗ്യത നേടാൻ ഒരു ചിഹ്നഗ്രഹം താരതമ്യേന കുറഞ്ഞ വേഗതയിൽ ഭൂമിയെ സമീപിക്കണം. ഇത് ഈ ഗ്രഹത്തെ ഗുരുത്വാകർഷണം ഫലപ്രദമായി പിടിച്ചെടുക്കാൻ അനുവദിക്കുന്നു. ഇത്തരം പ്രതിഭാസം അസാധാരണമാണ്. അതിനാൽ തന്നെ ഈ പ്രതിഭാസം ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളുടെ ചലനവും അവയ്ക്ക് ഭൂമിയുമായുള്ള ഇടപെടലുകളും പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് വിലപ്പെട്ട അവസരം നൽകുകയും ചെയ്യുന്നു. 2024 PT5ന്റെ മിനിമൂൺ ഘട്ടം നവംബർ അവസാനം വരെ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് ചിഹ്നഗ്രഹം ഭൂമിയുടെ ഗുരുത്വാകർഷണവും സൂര്യന്റെ ഗുരുത്വാകർഷണ ബലവും സ്വാധീനിക്കുന്ന സങ്കീർണമായ പാറ്റേണിൽ ഭൂമിയെ പരിക്രമണം ചെയ്യും. ജ്യോതിശാസ്ത്രജ്ഞർ 2024 PT5 എന്ന ഈ ആകാശ സന്ദർശകനെ നിരീക്ഷിക്കാൻ ഉത്സുകരായി കഴിഞ്ഞു. ഭൂമിക്ക് ചുറ്റും താൽക്കാലിക പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഘടനയെയും സ്വഭാവത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ശേഖരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. വാർത്തയുടെ നിറം തേടി തനിനിറം.